ഒരു കുട്ടിക്ക് 1.5 വയസ്സാകുമ്പോൾ ഒരു ഉമ്മക്ക് എത്ര പ്രായം ഉണ്ടാവും? ഒരു ഉമ്മക്ക് 25 വയസ്സിന് താഴെയായിരിക്കും പ്രായം. ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉമ്മ ഇനി എനിക്കൊരു വിവാഹം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള കാരണം ഈ ഒരൊറ്റ മകനാണ് അതിന് കാരണം. ഈ മകനാണ്. അതും ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന മാതാവിന്റെ അടുത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടിയല്ല പോകുന്നത്. അയൽവാസികളിൽ നിന്ന് അരിവാൾ കത്തി വാങ്ങി ആ ഉമ്മയെ കൊലപ്പെടുത്തുന്നത് 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 1.5 വയസ്സ് മുതൽ ഈ കുട്ടിയുടെ ഓരോ വളർച്ചയും സന്തോഷത്തോടു കൂടി നോക്കിക്കണ്ട ഒരു മാതാവ്, വൈവാഹിക ജീവിതം എന്റെ മകന്റെ ഭാവിക്ക് വേണ്ടി ഇനി എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഒരു മാതാവ്, മകന്റെ സാന്ത്വന സ്പർശമേൽക്കേണ്ട രോഗാതുരമായ അവസ്ഥയിൽ അരിവാൾ കത്തികൊണ്ട് കൊലപ്പെടുന്ന അപകടകരമായ സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാകുന്നത് തിന്മയെ നിസ്സാരവൽക്കരിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മകന് കരൾ പകുത്തു നൽകിയ പിതാവ് ആദ്യം മരണപ്പെട്ടു. കൊച്ചിയിൽ മകന് കരൾ രോഗം വന്നു. ബാപ്പ കരൾ മകന് കൊടുക്കുകയാണ്. ബാപ്പ മരിച്ചു. ഇന്നലെ മിനിഞ്ഞാന്ന് മകനും മരിച്ചു. മകന് കരൾ രോഗമായപ്പോൾ കരൾ രോഗം ബാധിക്കാത്ത പിതാവ് മകന് കരൾ പകുത്തു നൽകുകയാണ്. എന്താ? ബാപ്പയും മകനും തമ്മിലുള്ള ബന്ധമാണ്. സുദൃഢല്ലേ? ഇഷ്ടല്ലേ? സ്നേഹമല്ലേ? ആണ്. ഏക മകൻ മരണപ്പെട്ടു. ഇന്നലെ ഒരു ഭാര്യയും ഭർത്താവും വെള്ളത്തിൽ ചാടി മരണപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ശരിയല്ല. ഞാൻ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. മകൻ മരണപ്പെട്ട് 1 വർഷമായപ്പോ അച്ഛനും അമ്മയും മകന്റെ മരണത്തിന്റെ സങ്കടം മാറാഞ്ഞിട്ട് അതേ ദിവസം വെള്ളത്തിൽ ചാടി മരിച്ചു. എന്താ? അതാണ് ബന്ധം എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നാണ്, ഇതിലേക്ക് അവിഹിതം എന്ന ഒരു തിന്മ കയറി വന്നാൽ ലഹരിയേക്കാൾ വലിയ ലഹരി പിന്നെ ഒന്നും പ്രശ്നമാവില്ല. എന്റെ അവിഹിതം എന്റെ ഭാര്യ അറിഞ്ഞു. ആളുകൾ ചിന്തിക്കേണ്ടതാണ്. എന്റെ അവിഹിതം എന്റെ ഭാര്യ അറിഞ്ഞു. എന്റെ ചാറ്റിംഗ്, എന്റെ കോൾ, എന്റെ വോയിസ്, ഞങ്ങൾ തമ്മിൽ നിൽക്കുന്ന ഫോട്ടോ എന്റെ ഭാര്യ അറിഞ്ഞു. പിന്നെ പിശാച് അവിടെ ഇടപെടും. അവന് മാനം കടം വയ്യാത്തോണ്ടേ പിശാച് ഇടപെട്ട് അത്രയും കാലം ഭാര്യയെ സ്നേഹിച്ചവൻ, അത്രയും കാലം മക്കളെ സ്നേഹിച്ചവൻ ആ ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തുന്നു. അതാണ് തിന്മ എന്ന് പറഞ്ഞത്. അതാണ് തിന്മ. BA ഇംഗ്ലീഷിന് 4ാം റാങ്ക്. ഏക മകൾ. ആ മകളാണല്ലോ ഇന്ന് തൂക്കുകയറിന് വിധിക്കപ്പെട്ടിട്ടുള്ളത്. എന്താ? വിവാഹത്തിന് മുൻപുള്ള പ്രണയമെന്നത് ജീവിതത്തിലേക്ക് കടന്നു വന്ന് ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതാണ് സംഭവിക്കുക. ഇന്നലെ നമ്മൾ കണ്ടില്ലേ, ചാറ്റിംഗ് ഇൻസ്റ്റാഗ്രാമിലൂടെ തുടങ്ങിയതാ. പക്ഷേ ആ ചാറ്റിംഗ് സ്വീകരിച്ചവൻ അത് ഗൗരവമായി കണ്ടു. അവൻ ഈ സ്ത്രീയോട് പറയുകയാണ്, ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് എന്റെ കൂടെ വരണം, ഞാൻ റെഡിയല്ല എന്ന് പറഞ്ഞു. നേരെ വരുന്നു, അവളെ കൊലപ്പെടുത്തുന്നു. അയാൾ വിഷം കുടിക്കുന്നു. 2 കുടുംബങ്ങൾ അനാഥമാകുന്നു. അതാണ് തിന്മ എന്ന് പറഞ്ഞാൽ.